ഗുഡ് ഈവനിങ് ഓൾ. എനിക്ക് ടാരറ്റ് കാർഡിൻ്റെ റീഡിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ കുറേ കമൻറ്റ്സ് ചിലർ പേഴ്സണലൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. യൂണിയൻസ് എടുത്തവരുടെ സയൻസ് എന്ന് പറഞ്ഞു. യൂണിയൻസ് എടുത്തവരുടെ സയൻസ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പോലും സെപ്പറേഷൻ ടൈം കഴിഞ്ഞിട്ടുള്ള ഒരു യൂണിയൻ എടുക്കുന്നതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് വീഡിയോ ആയിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഡീപ്പ് സെപ്പറേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ യൂണിയൻ എടുക്കുന്നതിന് ഒരു 1 or 2 വീക്സിന് മുന്നേ തന്നെ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ തുടങ്ങും. 10-10, 10-10, 11-11, 12-12, 21-21 അല്ലെങ്കിൽ 4-1-4 എന്നൊക്കെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണും. അതൊരിക്കലും ഒരു എന്താ പറയുക, ചിലർ മൊബൈലിൽ കാണും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോസ്റ്ററുകളിൽ, വാൾപേപ്പറിൽ, അല്ലെങ്കിൽ കാറിൻ്റെ നമ്പർ, കാറിൻ്റെ മാത്രമല്ല വാഹനങ്ങളുടെ നമ്പറുകൾ, അങ്ങനെയൊക്കെ. അത് നമ്മുടെ യൂണിയൻ എടുക്കുന്നതിന് ഒരു 1 വീക്കിന് മുന്നെയാണ്, അല്ലാതെ അത് കണ്ട ഉടനെ യൂണിയൻ എന്നതിനല്ല. ഹൈ മാനിഫെസ്റ്റേഷൻ പവറുള്ള ആൾക്കാരാണ് കണ്ട് 1-2 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്ക്, 1.5 വീക്കിനൊക്കെ മുന്നെയാണ് നമ്മളിത് കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട്, അതായത് ഒരു 1 വീക്കിൻ്റെ ഒരു മിഡിലൊക്കെ എത്തുമ്പോൾ നമ്മൾ 222 അല്ലെങ്കിൽ 222 ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നൊരു സൈൻ എന്ന് പറയുന്നത്, ഏറ്റവും നിയറസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് പെയേഴ്സ് ആയിട്ടുള്ള ബേർഡ്സിനെ ആയിരിക്കും. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു പോകുന്ന പക്ഷികൾ, അവിടെയൊക്കെ പെയേഴ്സ്, നമ്മുടെ ഇവിടെ എന്താ പറയുക, ഈവൻ നമ്മൾ കാണുന്ന ബേർഡ്സൊക്കെ അവരുടെ ഇണകളുമായിട്ട് ഏറ്റവും മുട്ടിയുരുമിരിക്കുക എന്ന് പറയുന്നൊരു പൊസിഷനിൽ നമ്മൾ കാണാൻ തുടങ്ങും. അതുകൂടാണ്ട് നമ്മൾ കൂടുതലും എന്താ പറയുക, പെയേഴ്സായിട്ടുള്ള നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ പോകുന്നതൊക്കെ നമ്മൾ കാണുമെങ്കിലും കൂടുതലും പെയേഴ്സായിട്ടുള്ളവരെ നമ്മൾ കൂടുതലായിട്ട് കാണാൻ തുടങ്ങും. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് നമ്മൾ കാണുമ്പോൾ ഒരു പെയേഴ്സായിരിക്കും. യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ പെയേഴ്സായിട്ട്, ഇപ്പം നോർമലി നമ്മളെപ്പോഴും കാണുന്നത് വൈറ്റ്, യെല്ലോ ഇതൊക്കെയല്ലേ, അവരൊക്കെ പെയേഴ്സായിട്ട് തന്നെ നമ്മളുടെ മുന്നിലൂടെ പറക്കുന്നത് കാണാം. ഡിസ്റ്റൻസ് ഒട്ടും ഉണ്ടാകത്തില്ല നമ്മൾ കാണുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും 1 or 2 വീക്സിനുള്ളിൽ, പെട്ടെന്നല്ല, ഇൻസ്റ്റൻ്റായിട്ടൊരു യൂണിയൻ അല്ല, ഒരു 1 or 2 വീക്സിനുള്ളിൽ, മാക്സിമം 1.5 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് യൂണിയൻ ആവും എന്നുള്ളതിൻ്റെ സയൻസാണുള്ളത്. അതുകൂടാതെ യൂണിയൻ ആവുന്നുള്ള പ്രധാനപ്പെട്ട മറ്റൊരു സൈൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ചിന്തിച്ചിട്ടായിരിക്കും. ഇത് കൂടുതലും ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ട്വിൻ ഫ്ലെയിംസ് കൂടുതലും അല്ല, ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ എന്താ പറയുക, നമ്മളുടെ പേഴ്സണെ കുറിച്ചിട്ട് നമ്മൾ ആ ഉടക്കുന്ന സമയത്ത് ഉടക്കി വഴക്കിട്ട് ദേഷ്യപ്പെട്ടൊക്കെ പിണങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മുടെ യൂണിയൻ എടുക്കും തോറും നമുക്ക് അവരോടുള്ള ദേഷ്യം കുറഞ്ഞു ഇല്ലാണ്ടായിട്ട് അവരുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമായിരിക്കും നമ്മളുടെ മനസ്സിൽ എങ്ങനെ മിററിങ് ആണല്ലോ നമ്മളുടെ എനർജി. അപ്പോൾ ഓൾറെഡി അവരുടെ മനസ്സിലും അതേപോലെ പോസിറ്റീവ് എനർജി വന്നു തുടങ്ങും. അപ്പോൾ തന്നെ ഓർക്കുക യൂണിയൻ അടുത്തുനിന്ന്. അതുപോലെ യൂണിയൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉടക്കുന്ന അല്ലെ സെപ്പറേഷൻ ടൈമിന് തൊട്ട് മുമ്പേ നമ്മുടെ ബോഡി വീക്കായിട്ട് ടയേർഡ്, ഡള്ള്, ഡാർക്ക്നെസ്സൊക്കെ ഫീൽ ചെയ്ത് വിശപ്പില്ലായ്മയൊക്കെ കൊണ്ട് വല്ലാണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ യൂണിയൻ എടുക്കുന്ന സമയത്തോടെ നമുക്ക് ഭക്ഷണത്തോടൊക്കെ ഒരു ഇഷ്ടവും, അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലോ മീൻസ് നമ്മൾ അല്പം നമുക്ക് ആ ഒരു വീക്ക് എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എനർജറ്റിക് ആവും. അതുപോലെ നമ്മുടെ ഒരുപാട് വെളുപ്പ് അങ്ങനെയല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നാം നേരത്തേക്കാളും നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും, ഒരു ഗ്ലോ ഫീൽ ചെയ്യും. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 1 വീക്കിനുള്ളിലൊക്കെ തന്നെ യൂണിയൻ ആകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അത് നമ്മുടെ ശരീരത്തിന് ഫിസിക്കലായിട്ടുണ്ടാകുന്ന ചേഞ്ചസാണ്. പിന്നെ അതുപോലെ യൂണിയൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പേഴ്സണെ സ്വപ്നം കാണും. മീൻസ് ഒരു വെളുപ്പിന്, എന്താ പറയുക, ഏർലി മോർണിംഗ് അല്ല, വെളുപ്പിന് ടൈം ഒരു 4:30 അല്ലെങ്കിൽ ഒരു 2 o'clock ശേഷം, നൈറ്റ് 2 o'clock ശേഷമൊക്കെ നമ്മൾ നമ്മുടെ പേഴ്സണെ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങും. അത് യൂണിയൻ എടുത്തൊരു സൈനാണ്. അതുകൂടാതെ നമ്മുടെ പേഴ്സണോടെ സിമിലർ ആയിട്ടുള്ള വെഹിക്കിൾസോ അല്ലെങ്കിൽ പേഴ്സൻ്റെ സിമിലർ ഫേസ് അതുപോലുള്ള കാര്യങ്ങളുള്ള ആൾക്കാരെ നമ്മൾ കാണാൻ തുടങ്ങും.
അതുപോലെ നമ്മുടെ പേഴ്സൻ്റെ പേരുകൾ ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മൾക്ക് ഉച്ചരിച്ച് കേൾക്കുന്നതായിട്ടൊക്കെ തോന്നലുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ യൂണിയൻ അടുത്തു എന്നുള്ളതിൻ്റെ സയൻസാണ് അങ്ങനെ അവരുടെ പേരുകൾ കേൾക്കുക, അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഏഞ്ചൽ നമ്പർ നമ്മൾ ഏറ്റവും കൂടുതൽ 10 ആണ് കാണുന്നതെങ്കിൽ എന്താ പറയുക, വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു യൂണിയൻ ആയിരിക്കാം, വളരെ ഹാപ്പിനെസ് ആയിട്ട് ഉള്ളൊരു യൂണിയൻ ആയിരിക്കാൻ വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ട്വിൻ ഫ്ലെയിമിൻ്റെ ജേർണിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് കഴിഞ്ഞാൽ 11 കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കൊരു പോസിറ്റിവിറ്റി ആണെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. ഓക്കെ, താങ്ക് യു.